ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മക്രോണി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ലൈവിൽ പറഞ്ഞിരുന്നു, ഞാൻ ചായക്ക് എന്താ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ചായക്ക് ഞാൻ മക്രോണി ഉണ്ടാക്കിയെന്നുള്ളത്. അപ്പോൾ ഇന്നലെ നെക്സ്റ്റ് പോയപ്പോൾ കുറച്ച് മക്രോണി വാങ്ങിയിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ വാങ്ങുകയാണ്, ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ എല്ലാ പോരായ്മകളും ഉണ്ടാവും ഈ വീഡിയോയിൽ. അപ്പോൾ അതൊരു റെസിപ്പി പറഞ്ഞു തരുന്ന വീഡിയോ അല്ല, എന്നാലും അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് ഇതാക്കണം. പക്ഷേ നിങ്ങളാരും കുറ്റം പറയരുത്, കാരണം ഞാൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ട് വെച്ചാൽ ഒന്ന് പറഞ്ഞു തരണം. ഇതിലിങ്ങനെ എന്തൊക്കെ ആഡ് ചെയ്യാനുള്ള പറഞ്ഞു തരണം. ഞാൻ കുറേ യൂട്യൂബിൽ നോക്കി അതിൽ എനിക്ക് പറ്റുന്ന ഒരു വീഡിയോ എടുത്തിട്ട് എൻ്റേതായിട്ടുള്ള രീതിക്ക് ഒന്ന് കുക്ക് ചെയ്തുണ്ടാക്കി നോക്കിയത്. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു, അത് പറയണം, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം മക്രോണി എടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അത് ആദ്യം കഴുകിന്. പക്ഷെ അത് കഴുകേണ്ടതൊന്നും ഇതിൽ വീഡിയോ ഞാൻ എടുത്തില്ല. എന്നിട്ട് അതിൽ കുറച്ച് ഉപ്പും ലേശം എണ്ണയും ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വേണ്ടി വെച്ചു. എന്നിട്ട് ഞാൻ ഉള്ളി, തക്കാളി, പച്ചമുളക് അതൊക്കെ എടുത്തു. ഉള്ളി പച്ചമുളക് നല്ല രീതിക്ക് കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചു. ഇത് തക്കാളി അരച്ചെടുക്കുകയും ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ മക്രോണി വെന്ത് വന്നിട്ടുണ്ട്. അത് അതിന് അധികം വേവൊന്നും ഇല്ല തോന്നുന്നുണ്ട്. എനിക്കറിയില്ല എത്ര വേവ് എനിക്കറിയില്ല, കൂടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കിയിരുന്നു. വേവ് എങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഉള്ളിയും പച്ചമുളകും ഇട്ട് വാടാൻ വേണ്ടിയിട്ട്, വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് പിന്നെ അത് വാട്ടിയെടുത്ത് അതിലേക്ക് തക്കാളീൻ്റെ അരച്ച് വെച്ച പേസ്റ്റ് അതൊഴിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നതാണ്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ പൊടി ഇതൊക്കെ ഇട്ട് നല്ല രീതിക്ക് ഇളക്കി മിക്സാക്കി അതിൽ മക്രോണി വേവിച്ചതിൻ്റെ വെള്ളം കൂടി ഒഴിച്ച് നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അത് മുട്ട ഇട്ടില്ലല്ലോ എന്ന്. എന്നിട്ട് വേവിച്ച വെള്ളം ഞാൻ നല്ലോണം വറ്റിച്ചെടുത്ത് ഉള്ളി മാത്രമാക്കി എടുത്തു. എന്നിട്ട് അതിലേക്ക് ഞാൻ മുട്ട ഇട്ട് നല്ല രീതിക്ക് കുത്തിപ്പൊരിച്ച് നേരാക്കി. പക്ഷേ കുത്തിപ്പൊരിച്ചത് ആ വെള്ളം ഒഴിച്ചതും കൂടെ തോന്നുന്നുണ്ട് കുത്തിപ്പൊരിച്ച് അങ്ങോട്ട് ശരിയായില്ല. അപ്പോഴേക്കും മറന്നു, അല്ലെങ്കിൽ കുത്തിപ്പൊരിച്ച് നല്ല രീതിക്ക് ശരിയായി വന്നിരുന്നു. എന്തായാലും മാണ്ടില്ല വെച്ചിട്ട് പിന്നെ ഞാൻ നല്ല രീതിക്കൊന്ന് അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഇതാക്കിയപ്പോഴാണ് എനിക്ക് അത് ഓർമ്മ വന്നത് മുട്ടേൻ്റെ കാര്യം കേട്ടോ. മുട്ട എടുത്ത് നല്ല രീതിക്ക് കുത്തിപ്പൊരിച്ച് നല്ല കുഞ്ഞേതാക്കി എടുക്കുക ചെയ്തത്. എന്നിട്ട് അതിലേക്ക് ഞാൻ മക്രോണി ഇട്ടിട്ട് അതിൽ വെള്ളം ഒഴിച്ചു. മുട്ട ഇട്ട് പിന്നെ ഇതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് പിന്നെ നോക്കുമ്പോൾ ഒട്ടിപ്പിടിച്ചിരുന്ന. അപ്പോൾ ഞാൻ ഒക്കെ സ്പൂണും കൊണ്ട് ഇളക്കി എടുത്ത് പിന്നെ നല്ലോണം ഇളക്കി മിക്സ്. പിന്നെ ഞാൻ ഉപ്പുണ്ടോ നോക്കിയതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഉപ്പ് പാകത്തിന്, അപ്പം നമ്മൾ മക്രോണി വേവിച്ചപ്പോഴും ഉപ്പിട്ടിരുന്നു. അതേപോലെ തന്നെ ഈ ഉള്ളി വാട്ടിയപ്പോഴും ഉപ്പിട്ടിരുന്നു. അപ്പോൾ പാകത്തിനുള്ള ഉപ്പായിട്ടുണ്ട്. അതിന് ശേഷം ഇത് വെന്തതിന് ശേഷം ഒക്കെ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ അതിൽ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ മക്രോണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വിശേഷം ഇത്രയുള്ള. അപ്പോൾ ഇതിൽ കുറേ പോരായ്മകളുണ്ടാവും, അപ്പോൾ നിങ്ങൾ ആരും കാര്യമാക്കരുത്. അതുപോലെ തന്നെ മക്രോണി നല്ലോണം ഉണ്ടാക്കാറുള്ളവരുണ്ടാവും. അപ്പോൾ അത് കണ്ട് കുറ്റം പറയരുത്. ഞാൻ ആദ്യമായിട്ട് ട്രൈ